പാപ്പാക്ക് മോക്കൊരു പ്രേമുണ്ട് എന്നൊക്കെ പറയണേ. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞുണ്ട്, ഞാനൊരു ചെക്കനെ പ്രേമിക്കുന്നുണ്ട്, അതിനെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, മോളെ കുറെ കുഴപ്പങ്ങളുണ്ട്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, ശരി, ഞാൻ ആ ചെക്കനെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താ ഗുണം? ബാപ്പയും ഉമ്മയും കാണിച്ചു തരുന്ന ഒരു പെണ്ണിനെ ഞാൻ കെട്ടാം, ഒരാണിനെ ഞാൻ കെട്ടാം, ബാപ്പയും ഉമ്മയും കാണിച്ചു തരുന്ന ഒരു ചെക്കനെ ഞാൻ കെട്ടാം സാറേ. ഞാൻ പറഞ്ഞു ശരി, പക്ഷെ അതുകൊണ്ട് എന്താ ഗുണം? ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്, മോക്ക് ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടും. ആഹാ, ബാപ്പയും ഉമ്മയും കാണിച്ചു തരുന്ന പെണ്ണിനെ ചെക്കനെ കെട്ടിയാൽ സമാധാനം കിട്ടും, സന്തോഷം കിട്ടും, ബർക്കത്ത് ഉണ്ടാവും. ഉണ്ടാവുമോ? ഉണ്ടാവും. ഓഹോ, ശരി ശരി. എന്നിട്ട് ആ കുട്ടീനോട് പറഞ്ഞു, ഞാനതൊക്കെ വിശ്വസിച്ചു, ഇനി ഞാൻ ഉമ്മനൊന്ന് വിളിക്കട്ടെ സാറേ? ഉമ്മനെ? ഞാൻ ചോദിച്ചു, എന്തിനാ മോളെ ഉമ്മനെ വിളിക്കല്? ഒന്നുമില്ല, ഞാൻ ഉമ്മനൊന്ന് വിളിക്കട്ടെ. സാറ് പറയണമൊക്കെ എനിക്ക് മനസ്സിലായി, അവിടെ ഞാൻ ഉമ്മനൊന്ന് വിളിക്കട്ടെ. ഞാൻ വിചാരിച്ചു ഉമ്മനോട് മാപ്പൊക്കെ പറഞ്ഞ് സാറല്ലേട്ടോ ഉഷാറാക്കാനാന്ന്. ആ പെൺകുട്ടി വാതില് തുറന്ന് പുറത്തിരിക്കുന്ന ഉമ്മനെയും ബാപ്പനെയും, ആ വാതില് തുറന്നപ്പോ ഞാൻ കേൾക്കണം എന്താ നിങ്ങൾക്ക്? ബാപ്പാന്റെ ഫോണിൽ ഉമ്മക്ക് വയലിട്ട് കൊടുത്തതാ. നന്നാവാൻ വയല നന്നാവടി, നന്നാവ്, പെണ്ണെങ്ങനെ വേണ്ടിയാണ് ഉമ്മക്ക്. ആ വയലിങ്ങനെ കേൾക്കുമ്പോ ഈ പെണ്ണ് വാതിൽ തുറന്നിട്ട് പറഞ്ഞു, ഉമ്മ ഇങ്ങോട്ട് വാ എന്ന് ആ പെണ്ണ് വിളിച്ചപ്പോ ബാപ്പയും എണീറ്റു കൂടെ. ആ പെൺകുട്ടി പറഞ്ഞു, ബാപ്പ വേണ്ട, ബാപ്പ സിറ്റാവുന്നു, ഉമ്മ മാത്രം വാ. ഉമ്മ മാത്രം അകത്ത് വന്ന് പെൺകുട്ടി വാതിലടച്ചു. ഉമ്മൻ എന്റെ മുന്നിലിരുത്തി, അവളും എന്റെ മുന്നിലിരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാ മോളെ ഉമ്മ? അല്ല, ഉമ്മ അവിടെ നിന്നോട്ടെ സാറേ, നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ ഒന്നുകൂടി പറയും. ഞാൻ ചോദിച്ചു, എന്ത് സാധനം? ബാപ്പയും ഉമ്മയും കണ്ടുപിടിക്കണ ചെക്കനെ കല്യാണം കഴിച്ചാലുള്ള ഗുണല്ലേ? ഗുണം അതൊന്നുകൂടി പറയുങ്ങള്. ഞാൻ പറഞ്ഞു, അതത്രയും പറഞ്ഞുതരാ, മനസ്സമാധാനം, സംതൃപ്തി, സന്തോഷം, ബർക്കത്ത്, അതൊക്കെ ഉണ്ടാവൂലേ? ഇനി എന്റെ ഉമ്മനോട് ചോദിക്കി, എന്റെ ഉമ്മയും ബാപ്പയും, എന്റെ ഉമ്മന്റെ ഉമ്മയും ഉമ്മന്റെ ബാപ്പയും കണ്ടുപിടിച്ച ചെക്കനാണ് ആ പുറത്തേക്കുള്ളത്. എന്റെ ബാപ്പ കൊടുത്തിടണോ എന്റെ ഉമ്മക്ക് ഇതൊക്കെ? നിങ്ങൾ ചോദിക്കും ഉമ്മനോട്. ആ ഉമ്മനോട് ചോദിക്കാൻ അതിന്റെ തല കാണണ്ടേ? തല താത്തി വെച്ച് കരിയാതെ വിതുമ്പി കരിയ. ആ ഉമ്മ എന്റെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് ആ മോള് പറഞ്ഞു, സാറേ ഉണ്ടായ കാലം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ ബാപ്പാന്റെ വൃത്തികെട്ട സ്വഭാവം കൊണ്ട് എന്റെ ഉമ്മ എന്റെ കണ്ണീര് കാണാൻ ഞാൻ. എന്നിട്ട് ഞങ്ങൾ പറയണത് ഈ ഉണ്ടാക്കിയ കല്യാണം കൊണ്ടുവന്നിട്ട് സമാധാനം കിട്ടുന്നു? എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, ഉമ്മമാരെ, ഈ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾ ചിന്തിച്ചോ, എന്റെയും എന്റെ ഭാര്യയുടെയും ജീവിതത്തിന്റെ സുഖം കണ്ട് ഏതെങ്കിലും ഒരു മക്കൾ നിങ്ങളെടുത്ത് വന്ന് ചോദിക്കോ, ഉമ്മാനെ പോലെ ജീവിക്കാൻ എനിക്കൊരു കെട്ടിച്ചേരും ഒരു പുതിയാപ്പിള്ളേന്ന് ചോദിക്കോ? എന്താ നമ്മളെ വീടിന്റെ അവസ്ഥ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഭർത്താവിന്റെ ദുശ്ശാഠ്യങ്ങൾ, ഭർത്താവിന്റെ പ്രശ്നമുള്ള സ്വഭാവം, ഒച്ചയും വിളിയും നായാട്ടും. അയാൾ അങ്ങോട്ട് വൈകുന്നേരം വരും, ഒച്ചയും വിളിയും നായാട്ടും പ്രശ്നങ്ങളും. ഉമ്മ അങ്ങനെ അറിയാ. ഇത് കണ്ട പെൺകുട്ടി കല്യാണം കഴിച്ചു പോകുന്ന നിങ്ങൾ വിചാരിക്കുന്നത് ആണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, ഓരോരുത്തരും ചിന്തിച്ചു നോക്കിക്കോ. കുടുംബം സ്വർഗമാക്കി മാറ്റണ്ടേ? അപ്പൊ എന്താ കുടുംബം? ഞാൻ പറഞ്ഞുതരാ, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാ മതി. ഞാൻ പറഞ്ഞുതരാ, ഒരു മനുഷ്യന് മനസ്സമാധാനവും സംതൃപ്തിയും സന്തോഷവും കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് കുടുംബം. ചിരി വരില്ല നിങ്ങൾക്ക് ഇത് കേട്ടിട്ട്? ഇല്ലേ? കല്യാണം കഴിച്ചിട്ട് 10-40 വയസ്സായി ജീവിക്കുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ചിരി വരില്ലേ ഇത് കേട്ടിട്ട്? ഒരു മനുഷ്യന് മനസ്സമാധാനത്തിനും സംതൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടി മനുഷ്യനുണ്ടാക്കിയ സംവിധാനമാണ് കുടുംബം. ഈ കുടുംബത്തിൽ ഉണ്ടാവേണ്ട സാധനം ഇതാണ്. ഉണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടോന്ന്? ആണുങ്ങൾ പറയുന്നുണ്ടോന്ന്? നമ്മളൊക്കെ പറഞ്ഞ എന്താ? എന്നിട്ട് ഏതെങ്കിലും ഒരു പ്രസംഗം ആ പ്രസംഗം കിട്ടിയാല് ഭാര്യന്റെ കടമ എന്നാ പിടിച്ചോ, കേക്കടി കേക്ക്. ഭർത്താവിന് ഒരു കടമയില്ല, മൂപ്പർക്ക് ഒരു കടമയില്ല. മൂപ്പരെ കടമ എന്താ? ഇങ്ങനെ തെണ്ടിത്തിരി നടക്കുക, എന്നിട്ട് വീട്ടിൽ വരിക, കുറെ മൊബൈലിൽ തോണ്ടുക, എന്നിട്ട് എന്തെങ്കിലും തിന്നാണ്ടാക്കി അതിന് കുറ്റം പറയാം. ഇതാണ് ഭർത്താവിന്റെ കടമ. ഭാര്യക്ക് ഫുൾ കടമയും. ഏതെങ്കിലും ഒരു നിക്കാഹിന് പോയാൽ അവിടുത്തെ ഖുതുബ, അവിടുത്തെ പ്രസംഗം എന്താ? ഭാര്യയുടെ കടമകൾ അറിയുമോ പെണ്ണേ നിനക്ക്? ആണിനൊരു കടമില്ല. ആണെന്താ സുഖം അറിയണോ? ഇങ്ങനെയാണോ കുടുംബം? ഇത് ഏത് ഇസ്ലാമാ? എവിടെ അത് പഠിപ്പിച്ചു തന്നത്? പുരുഷനാണ് കുടുംബത്തിന്റെ അധിപൻ. പുരുഷനെയാണ് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുക. ഏതെങ്കിലും പുരുഷന്മാർക്ക് പറഞ്ഞു കൊടുത്തുള്ളൂ? ഏതെങ്കിലും ആൾക്കാർ വയൽ പറയുമ്പോ വയലിന് വിളിക്കാരാന്നറിയോ? പള്ളി കമ്മിറ്റി. ഏതെങ്കിലും ഒരു മൊയിലാര് വന്നിട്ട് പുരുഷനെ കുറിച്ച് വയല് പറഞ്ഞാൽ ഓനെ പിന്നെ അടുത്ത വയലിന് കൊണ്ടുവരില്ല. അയാൾ ശരിയാവില്ല, അയാൾ നമുക്ക് പറക്കും. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ ഇത് എവിടെയാ നമ്മൾ പഠിച്ചത്? പുരുഷനാണ് പ്രധാനം. ആരാ പ്രധാനം? പുരുഷൻ. നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല പുരുഷന്മാരെ ചോദ്യം ചെയ്യും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയായപ്പോ രാത്രി ഉറങ്ങാതെ ഒരു പരിചാരകന്റെ കൂടെ ഉമർ ഇങ്ങനെ നടക്കും അറബിയിലൂടെ.
യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്കരയിലൂടെ ഇങ്ങനെ നടക്കാണ് ഉമർ ഒരു പരിചാരകനെ കൂട്ടിയിട്ട്. ഉമറിന്റെ കൂടെ നടക്കുന്ന പരിചാരകൻ ക്ഷീണിച്ചു, ഉറക്കം വന്നു. ഉമർ ക്ഷീണിതനായില്ല. പരിചാരകൻ ചോദിച്ചു, ഖലീഫ എന്തിനായ ഉറക്കം നമ്മളിങ്ങനെ നടക്കണത്, ഉറങ്ങിക്കൂടെ നമുക്ക്? ഉടൻ ഖലീഫ പറയാ, ഉമർ പറയാ, എടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഓരോ ഭരണാധികാരിയും നാളെ ചോദ്യം ചെയ്യപ്പെടും. അള്ളാന്റെ കോടതിയിൽ ഭരണാധികാരികൾ ചോദ്യം ചെയ്യപ്പെടും. ഓരോ ഭരണാധികാരിയും. ആ ഭരണാധികാരികൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. നിന്റെ റസൂലിന്റെ വായിന്ന് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ആരാത് പറയണേ? ഉമർ റളിയല്ലാഹു അൻഹു. എന്തിനു പറയണോ? നിനക്ക് വേണമെങ്കിൽ നീ പോയി കിടന്നുറങ്ങിക്കോ, എനിക്ക് ഉറക്കം വരില്ല. കാരണം എന്താ? ഞാൻ ഭരിക്കുന്നിടത്ത് ആരെങ്കിലും പട്ടിണി കിടന്ന ഉത്തരം ഞാൻ പറയേണ്ടി വരും അല്ലേ? ഇനി എന്റെ ശബ്ദം കേൾക്കുന്ന ആണുങ്ങൾ ചിന്തിച്ചോ, ഞാനും നിങ്ങളുമൊക്കെ ഭരണാധികാരിയാണ്. ഒരു കുടുംബത്തിന്റെ ഭരണാധികാരി നാളെ പരലോകത്തെത്തുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാൻ എത്ര സക്കാത്ത് കൊടുത്തു, എത്ര നിസ്കരിച്ചു, എത്ര നോമ്പൊറ്റു, എത്ര പൈസ ചെലവാക്കിയെന്നല്ല, കുടുംബസംഗമം നടത്തിയെന്നല്ല. ആദ്യത്തെ ചോദ്യം, എടോ നിന്റെ കുടുംബം, നീ ആയിരുന്നല്ലോ ഭരണാധികാരി, അതിന്റെ ക്ഷേമം എന്ത്? ക്ഷേമം, നിന്റെ കുടുംബം, അതിന്റെ സന്തോഷം എത്ര? നിന്റെ ഭാര്യക്ക് നീ എന്തൊക്കെ ചെയ്തു കൊടുത്തു? ഒരു ഭർത്താവിനോടാ ചോദ്യം, ഭാര്യയോടല്ല. നാളെ ഉത്തരം പറയാണ്ടോ നിങ്ങളടുത്ത്? അതുകൊണ്ട് ആണും പെണ്ണും ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ കണ്ടിട്ട് ആ കുടുംബം ഉണ്ടാക്കാൻ നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ പെൺകുട്ടിയൊക്കെ തോന്നണം. ഉമ്മാന്റെ അടുത്ത് വന്നിട്ട് 10ാം ക്ലാസ്സുകാരി പെൺകുട്ടി പതുക്കെ ചെവി പറയണം, പാപ്പാന്റെ മായത്ത് ഒരു ചെക്കനെ കിട്ടും ഉമ്മാൻക്ക് എന്ന് ചോദിക്കണം. നിങ്ങളെ കുട്ടിക്ക് നിങ്ങളൊന്ന് കല്യാണം നോക്കി നോക്ക്. 20 വയസ്സുള്ള പെൺകുട്ടിക്ക് നിങ്ങൾ കല്യാണം നോക്ക്. ആ കുട്ടി നിങ്ങളെ ചെവിയിൽ വന്ന് എന്താ പറയാന്നറിയോ? ഉമ്മ ചെക്കനെ നോക്കണതൊക്കെ കൊള്ളാം, പാപ്പാന്റെ മായത്ത് വേണ്ടട്ടോ അല്ലേ പറയില്ലേ? ഇതാണോ കുടുംബം? എത്ര എത്ര വീടുകളുണ്ട് ഇങ്ങനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ കുടുംബ സംഗമം കഴിഞ്ഞിറങ്ങുമ്പോ ഈ കുടുംബ സംഗമത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങൾ വെച്ച് നമ്മുടെ കുടുംബത്തിനകത്ത് മാറ്റത്തിന്റെ നാന്ദി കുറിക്കണം. ആ നാന്ദി കുറിക്കലാവണം ഈ കുടുംബ സംഗമം. അപ്പോഴേത് വിജയിക്കൂ. അല്ലാതെ ഇവിടുന്ന് ബിരിയാണി ഇന്നപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. നിങ്ങളുടെ നാട്ടിലൊക്കെ ഹോട്ടലില്ലേ ഇല്ലേ? അവിടെ കയറി ഒരു ബിരിയാണി നിന്ന് പോയാൽ പോരെ? പിന്നെ പാട്ടും ഡാൻസും കാണാൻ അപ്പം ഇങ്ങോട്ട് വരണ്ടല്ലോ. വേണോ? വേണ്ട, അതും കിട്ടൂലേ നിങ്ങളുടെ മൊബൈലില്? അപ്പൊ എന്തിനാ അവിടെ വന്നത്? നമ്മൾ ഒരുമിച്ചു. ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ചില മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവണം. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഭർത്താവ് ചിന്തിക്കണം, ഞാൻ എന്റെ ഭാര്യക്ക് മനസ്സമാധാനവും സംതൃപ്തിയും സന്തോഷവും കൊടുക്കണ്ടോ? ഉണ്ടോ? ഭർത്താവ് ചിന്തിക്കണം. ഭാര്യ ചിന്തിക്കണം, ഞാൻ എന്റെ ഭർത്താവിന് കൊടുക്കണ്ടോ? ഇതേ ദുശാഠ്യവും ദുർവാശിയും അനുസരണക്കേടുമായി എത്ര പെണ്ണുങ്ങളുണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ മക്കൾ നന്നാവും, എല്ലാ കാര്യങ്ങളും ഓക്കെയാകും, എല്ലാം ഉഷാറാവും. അല്ലെങ്കിലോ നമ്മളെ കാര്യം മഹാകഷ്ടം.